ഒരുപാട് നാളായിട്ട് എനിക്ക് വരുന്ന മെസ്സേജസ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് ഞാൻ ചെയ്യുന്ന പ്രിസർവേഷൻസിൻ്റെ ഫ്രെയിംസ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്നൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഞാൻ ഈ ഫ്രെയിം മേക്കിംഗ് സെൻറ്ററിൽ നിന്നാണ് എൻ്റെ ആവശ്യമുള്ള ഫ്രെയിംസൊക്കെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞിട്ട് സൈസിൽ അവർ മേക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതുപോലെ ബോക്സ് ഫ്രെയിംസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തെ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ പറഞ്ഞ അളവിന് കട്ട് ചെയ്തിട്ട് അവർ ജോയിൻറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഫ്രെയിം തരുന്നത്. അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വാങ്ങിച്ച ഫ്രെയിംസ് ആണിത്. അതിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ബോർഡാണ്. നിങ്ങൾക്ക് അക്രിലിക് ഷീറ്റ് വേണമെങ്കിൽ അക്രിലിക് ഷീറ്റും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഫോം ബോർഡാണ്. അപ്പോൾ നമ്മൾ അളവെടുത്തിട്ടാണ് ഇതിൻ്റെ ഫോം ബോർഡ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഫോം ബോർഡ് കട്ട് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് 5 mm ഫോം ബോർഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിസർവേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെസിൻ യൂസ് ചെയ്തിട്ടുള്ള പ്രിസർവേഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ലീക്കേജ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടത് ഗം യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒന്നാമത് ഫ്ലെക്സ് ക്വിക്ക് എന്നുള്ള ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. അത് ഗം യൂസ് ചെയ്തിട്ട് 4 കോർണേഴ്സോ അല്ലെങ്കിൽ 4 ഭാഗവും ഇതുപോലെ ഒട്ടിച്ചിട്ട് എടുക്കും. പക്ഷെ അത് മാത്രം പോരാ, കാരണം റെസിൻ ആയതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ടാപ്പ് കൂടി അതിൻ്റെ മുകളിൽ കൂടി ഞാൻ ഒട്ടിച്ചിട്ടാണ് ഇതിനെ ഡബിൾ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ലീക്കേജ് ഉണ്ടാവാതെ നമുക്ക് ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഫ്രെയിം മേക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല തേക്കൂടിൻ്റെ ഫ്രെയിംസും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ പുറമേ നിന്ന് വാങ്ങുന്നതാണ്. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ത്രൂ സെല്ല് ചെയ്യുന്ന പേജിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ റെസിൻ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിൻ വർക്കിൻ്റെ ടിപ്സിനും ട്രിക്സിനും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.